ഇല്ലിക്കൽ കാവിലെ ദോഷങ്ങളകറ്റാനും മീരയുടെ അസുഖം മാറ്റാനും ഞങ്ങൾക്ക് കാവിൽ സർപ്പത്തുള്ളി നടത്തണം. അതിന് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആ വഴിപാട് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നു. അതെ, നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കല്ലേ, ആ ലോബിയിലോട്ട് പോയി. എത്ര നേരം കൊണ്ട് പറയുന്ന കേട്ടോ. മനോജ്, നിങ്ങൾ എല്ലാത്തും പറഞ്ഞു കാണുമല്ലോ. മരുന്ന് ഉടനെ എത്തും. മനോജ്, മീൻവൈൽ വി ആർ മൂവിംഗ് മീര ടു DIC വിത്ത് പ്രിക്കോഷണറി മെഷർ. ഡോക്ടർ, നിങ്ങൾ എന്നോട് സംസാരിക്കും. എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? അമ്മ വിഷമിക്കണ്ട, മീരയെ ഞങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. Manoj, please make her understand that any contact with outsiders is a risk to her life. We absolutely cannot allow that to happen at this point. Please. അതെ, നമ്മൾ അങ്ങോട്ട് വരാം. നമ്മൾ വിളിക്കുന്ന വല്ല ഇൻഫെക്ഷൻ വല്ല വന്നിട്ട് ഒന്ന് നടക്കട്ടെ. മീര ചേച്ചിക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ അമ്മയുടെ കൂടെ ആശുപത്രിയിലാണ്. മകൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ അമ്മ. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ കഴിയും വിധം എല്ലാവരും മീര ചേച്ചി സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൂടുതൽ കരുതൽ നമുക്ക് ആവശ്യമായുള്ള സമയമാണ്. കാരണം ആ മെഡിസിൻ മീര ചേച്ചിയിൽ പ്രവർത്തിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും നമ്മുടെ കൂടെ തന്നെ വേണം. മെഡിസിൻ നാളെ രാവിലെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡിലേ ആകാതിരിക്കാൻ സിംഗോ ഫാർമ കമ്പനി ഒരു സ്പെഷ്യൽ എംപ്ലോയി തന്നെ കൂടെ വിടുന്നുണ്ട്. ഇന്ത്യയിലെ ഹൈക്കോസ്റ്റ് ജീവൻ രക്ഷാ മരുന്നുകളുടെ മേലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയും അത്തരം മെഡിസിനുകൾ എന്തുകൊണ്ട് ഭാരതത്തിൽ തന്നെ വികസിപ്പിച്ചുകൂടാ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് ഫയൽ ചെയ്ത ആർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതുവരെ സർക്കാരിൽ നിന്നും ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ആത്മനിർഭർ ഭാരതിന് മറ്റ് ജീവൻ രക്ഷാ മരുന്നുകൾക്കായി ഇനി എത്ര കാലം നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും? നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ മെഡിസിൻ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് കൃത്യസമയത്ത്. ഈ മെഡിസിൻ മീര ചേച്ചി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ ഡോക്ടേഴ്സ് എല്ലാവരും. ഇത് നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണ്. മീര ചേച്ചി എത്രയും വേഗം സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നു. Increase FiO2 to 70%. ഓക്കെ, ഒലിഗുറിയ സെക്കൻഡ്. ഡയാലിസിസ് വേണ്ടി വന്നേക്കാം. ചായ വെച്ചു. ആ, നീ ചായ കുടിച്ചേ, ചൂട് പോകുന്നു. ഇന്ന് കർത്തവല്ലേ, ഇവർക്കിനും ബസ് വന്നിട്ടുണ്ടല്ലോ. വീണ്ടും വന്നാണോ? മാനസികാവസ്ഥ അറിയാമല്ലോ. അവർക്ക് ഭൂമി ഇത് മാത്രമല്ല, എത്ര ജീവിച്ചെന്നറിയാതെ ജീവിക്കുമ്പോഴാണ്. ശരി, come on. കുറിച്ചാണ്
everybody. This entire episode is a perfect example to show us how much medicine needs society to become a complete success. ഇത് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ പറയാണ്. മീരയ്ക്ക് മെഡിസിൻ നൽകി. മീര ഇപ്പോൾ അപകടനില തരണം ചെയ്തു. ഷീസ് റിക്കവറിങ് വെരി വെൽ. ആൻഡ് ഇത്ര ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിന്ന് മീരയെ പുറത്ത് കൊണ്ടുവരാൻ പറ്റിയത് is nothing short of a miracle. Thanks to my team of doctors here. ഈ കേസിൽ എങ്ങനെയാണ് ഇത്രയും വേഗം മരുന്ന് എത്തിക്കാൻ സാധിച്ചത്? പൊതുവേ ഈ ഷിപ്പിംഗ് മാത്രം ഒരാഴ്ച എടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലും ഈ സിങ്കോ ഫാം കമ്പനിയുമായിട്ടുള്ള പേപ്പർ വർക്ക് നമ്മൾ മുമ്പേ ചെയ്തിരുന്നു. പ്ലസ് യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രിയും CDSCയുടെ ക്ലിയറൻസസും നമ്മൾ മുമ്പേ എടുത്തു വെച്ചിരുന്നു. സോ ദിസ് സേവ്ഡ് us a lot of time. അമ്മ വിഷമിക്കല്ലേ, മീര ചേച്ചിക്ക് നല്ല മാറ്റമുണ്ട്, കണ്ടില്ലേ? അയ്യോ ഇപ്പോഴല്ല, കുറച്ച് സമയം കൂടെ ക്ഷമിക്ക്. നിങ്ങളുടെ മോളുടെ അടുത്ത് ഞാൻ കൊണ്ടുപോവാ. ഇപ്പോൾ മീരയ്ക്ക് we have designed a specialized recovery plan. This will help her come back to normal life as soon as possible. മാം, അവർക്ക് എപ്പോഴാണ് തിരികെ വീട്ടിൽ പോകാൻ പറ്റുന്നത്? അത് ഒരു 3-4 ആഴ്ച എന്തായാലും എടുക്കും. അതുവരെ ഷീൽ ബി അണ്ടർ ആ സ്ട്രിക്റ്റ് കെയർ ആൻഡ് ഗൈഡൻസ് ആൻഡ് സൂപ്പർവിഷൻ. പിന്നെ പൂർണ്ണമായി ഗുണമായ ശേഷം മീര ഇസ് ഫ്രീ ടു ഗോ ടു വെയറെവർ ഷീൽ ബി ഹാപ്പി, ഹെൽത്തി ആൻഡ് സേഫ്. മോളെ, അവളെ തിരികെ തുരുത്തിലോട്ട് കൊണ്ടുപോയാലേ എനിക്ക് സമാധാനമുള്ളൂ. ഇവിടെ എത്തിയ ശരിയാവും. ശരിയാവും. ഡൊണേഷൻ കളക്ട് ചെയ്ത ക്യാഷ് മെഡിസിന് വേണ്ടി മാത്രമാണോ അതോ ഹോസ്പിറ്റൽ ചെലവ് കൂടി ചേർത്താണോ? Sorry, but I am not the right person to answer that question. ഇപ്പോഴും പലരും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുമെന്ന് ഞാൻ വാക്കു നൽകുന്നു. ഹോസ്പിറ്റൽ ബില്ലുകളെല്ലാം അടച്ചതിന് ശേഷം മീര ചേച്ചി അമ്മയെ പുനരധിവസിപ്പിക്കാനും അവർക്കൊരു പുതുജീവൻ പടുത്തുയർത്താനും നമ്മൾ ഈ ക്യാഷ് ഉപയോഗിക്കും. പിന്നെയും ബാക്കി വരുന്ന ക്യാഷ് വെച്ച് ഇത്തരത്തിൽ ലൈഫ് ത്രെട്ടനിങ് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അർഹരായ രോഗികളെ കണ്ടെത്തി അവരുടെ ചികിത്സയ്ക്കായി നമ്മൾ ചെലവാക്കുന്നതാണ്. മീര ചേച്ചിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച നമ്മുടെ സപ്പോർട്ടേഴ്സിൻ്റെയും ഫോളോവേഴ്സിൻ്റെയും കുറച്ച് മെസ്സേജുകളും അവരുടെ സന്തോഷ നിമിഷങ്ങളും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാണ്. പ്രിയപ്പെട്ട മീരയുടെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടി. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും നിലനിർത്തുന്നവരാണ് യഥാർത്ഥ രാജ്യസ്നേഹികളെന്ന്